Hello friends, welcome to Electron College. We will discuss the synchronous machine objectives. We will discuss objectives. We will discuss the 6th question. We will answer the 7th question. Compared to our salient pole hydroelectric generators, the steam and the gas turbine generators have cylindrical rotors for. Another question. Option a silent pole generator consider steam and gas generator cylindrical rotor. It's actually done for providing higher mechanical strength against the centrifugal stresses. Higher mechanical strength clear? That's the point. Okay, next. Hydro generators are generally employed to run at dash RPM. So, hydro generator low speed machine. Low speed machine at the same time. They are low speed machine and at the same time it is having large number of poles. Large number of poles ulla machine aanu. Adayathu low speed machine alana. Okay, large number of poles aanu. Adu commonly varuna oru 12 allengil adiladhigam ulla oru poles aanu varia. Okay, nammal just one substitute cheyidu nokkum 120 into f by 12 namukku 500 rpm aanu varia. Okay, adu manasilakka. Hydro generators, RPM 500 RPM. Low speed machine. Okay, next, the number of motor poles on a turbo alternator. Okay, this hydro is opposed to the turbo. Turbo is commonly in the speed machine. Turbo are generally high speed machines. High speed machine is pole. Okay. Generally, turbo is 2 അല്ലെങ്കിൽ 4 ആയിരിക്കും. Generally 2 തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എത്ര സ്പീഡിലാണ് റൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം. 50/2 അപ്പോൾ 60 3000 rpm. അതായത് ഹൈ സ്പീഡിൽ റൺ ചെയ്യുന്ന സാധനമാണ് ടർബോ. അപ്പോൾ കോമൺലി നമ്പർ ഓഫ് പോൾസ് കുറവുള്ള ഓപ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുക ടർബോ ആൾട്ടർനേറ്ററിൽ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ വൈൻഡിങ്. ഓക്കെ, നമ്മൾ ആദ്യം മുതലേ നമ്മൾ പഠിച്ചതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ് നോക്കിയതാണ്. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വൈൻഡിങ്ങുകൾ അല്ലെങ്കിൽ സ്ലോട്ട്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം. അപ്പോൾ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഹാർമോണിക്സ് റിഡക്ഷന് തന്നെയാണ് അത് സഹായിക്കുന്നത് അല്ലേ. നമ്മളുടെ EMFൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹാർമോണിക്സിൻ്റെ റിഡക്ഷന് തന്നെയാണ് അത് സഹായിക്കുക. ടു റെഡ്യൂസ് ദ ഹാർമോണിക്സ് ഇൻ ദ ജനറേറ്റഡ് EMF. ഓക്കെ, അപ്പോൾ ഹാർമോണിക്സ് ജനറേഷനാണത് നമ്മൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കൊണ്ടുള്ള സഹായകരമായിട്ടുള്ള കാര്യം. ക്ലിയർ? അപ്പോൾ നമ്മൾ അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതുവരെ നോക്കി അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടിംഗ് വൈൻഡിങ് നമ്മൾ പ്രിഫർ ചെയ്യും. നമ്മളിപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ വൈൻഡിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നോക്കിയുള്ളൂ. അതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്ട്രിബ്യൂട്ടർ വൈൻഡിങ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വെൻ കമ്പയർഡ് ടു യുവർ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്. എന്തുകൊണ്ടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. വൈ വി ആർ പ്രിഫറിങ് അവർ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ഓവർ നമ്മളുടെ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്ങിന് പുറമെ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് നേരത്തെ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണ്? ഇറ്റ് ഇംപ്രൂവ്സ് ദ ജനറേറ്റഡ് വേവ് ഫോം അല്ലേ. നമ്മളുടെ EMF വേവ് ഫോം ഇംപ്രൂവ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം മെക്കാനിക്കൽ സ്ട്രെങ്ത്ത് നമ്മൾക്ക് എന്ത് ചെയ്യുന്നു അതിൻ്റെ അകത്തുനിന്ന് ഗെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അപ്പം ഇങ്ങനെ റിജിഡിറ്റി കൂട്ടുക അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്ട്രെങ്ത്ത് കൂട്ടുക, അതുപോലെ EMF അല്ലെങ്കിൽ നമ്മളെ ഹാർമോണിക്സ് ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മൾ EMF ജനറേഷൻ ഇമ്പ്രൂവ്മെൻറ്റ്, ഇങ്ങനത്തെ എല്ലാത്തിനും നമുക്ക് ഏത് വൈൻഡിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ആണ് യൂസ് ചെയ്യുക എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ? നെക്സ്റ്റ് അടുത്തത് ഇൻ എ സിങ്ക്രണസ് ഓൾട്ടർനേറ്റർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോയിൽസ് വിൽ ഹാവ് EMF ക്ലോസർ ടു സൈൻ വേവ്. ഓക്കെ, സൈൻ വേവിന് ക്ലോസർ ആയിട്ടുള്ള നമ്മളുടെ EMFൻ്റെ വേവ് ഫോം ഏതായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് നോക്കുക.
ഓക്കെ. അപ്പം നമ്മൾ ക്ലോസർ ടു നമ്മുടെ ഇ എം എഫ് വേവ് ഫോം നമ്മൾ സൈൻ വേവിന് ക്ലോസറാണെന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മളെപ്പോഴും ഞാനെന്ന് പഠിച്ചിട്ട് നമ്മൾ 3 കാര്യങ്ങളാണ് നമുക്ക് കോമൺലി നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഒന്നെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങുകൾ യൂസ് ചെയ്യണം. ഓക്കെ. സിമിലർലി നമ്മൾ യൂസ് ചെയ്യുന്ന കോയിലുകൾ ഷോർട്ട് പിച്ച് കോയിലുകൾ യൂസ് ചെയ്യുക. ഓക്കെ. റേദർ ദാൻ നമ്മൾ ഫുൾ പിച്ച് യൂസ് ചെയ്താൽ ഷോർട്ട് പിച്ച് കോയിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങുകൾ യൂസ് ചെയ്യുക. സിമിലർലി നമ്മൾ ഡബിൾ ലെയർ വൈൻഡിങ്ങുകൾ യൂസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ പോയിന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട്. സിമിലർലി നമ്മൾ ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ്ങുകൾക്ക് നമ്മളാണ് ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മൾ നല്ല ഇ എം എഫ് കിട്ടാൻ, ക്ലോസർ ടു സൈൻ വേവ് ഫോമിൽ ക്ലോസർ ആയിട്ടുള്ള ഇ എം എഫ് കിട്ടാൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ഇൻ ഷോർട്ട് പിച്ച് കോയിൽസ്. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ. നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ഇൻ ഷോർട്ട് പിച്ച് കോയിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ട സാധനം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് വിൽ എലിമിനേറ്റ്, എങ്ങനത്തെ ടൈപ്പ് ഹാർമോണിക്സ് എലിമിനേറ്റ് ചെയ്യുകയാണെന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എലിമിനേറ്റ്സ് അവർ ഹയർ ഓർഡർ ഹാർമോണിക്സ്. അതും പറയാറുണ്ട് അവിടെ. ഏത് ഹാർമോണിക്സ് ആണ് റിഡക്ഷൻ നടത്തുന്നത് വെച്ചാൽ ഹയർ ഓർഡർ ഹാർമോണിക്സ് ആണ് റിഡക്ഷൻ നടത്തുക. ക്ലിയർ? അതുപോലെ ഈ ഷോർട്ട് പിച്ച് വൈൻഡിങ്ങുകൾ, ഷോർട്ട് പിച്ച് കോയിൽ അല്ലെങ്കിൽ ഷോർട്ട് പിച്ച് വൈൻഡിങ്ങുകൾ ഏത് ഹാർമോണിക്സ് ആണ് റിഡക്ഷൻ നടത്തുക വെച്ചാൽ ഡോമിനൻ്റ് ഹാർമോണിക്സ് ആണ് കുറക്കുക. ഓക്കെ, ഡോമിനൻ്റ് ആണ്. അതായത് 3, 5, 7 ആ റേഞ്ചിലുള്ളത് ഡോമിനൻ്റ് അല്ലെങ്കിൽ ലോവർ ഓർഡർ എന്ന് പറയാം. ഹയർ ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 9, 11, 13 ഇങ്ങനത്തെ ഹാർമോണിക്സ് ആണ് നമ്മുടെ ഹയർ ഓർഡർ. ഇതാണ് നമ്മൾ ഡോമിനൻ്റ് അല്ലെങ്കിൽ ലോവർ ഓർഡർ അല്ലേ. 3, 5, 7 ഹാർമോണിക്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ റിഡക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുക, നടത്തുക. ഓക്കെ, സോ അതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ദ എഫക്റ്റ് ഓഫ് സ്ലോട്ട് ഹാർമോണിക്സ്. ഓക്കെ, സ്ലോട്ട് ഹാർമോണിക്സിൻ്റെ എഫക്റ്റ് അതൊരു ടൈപ്പ് ഓഫ് ഹാർമോണിക്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ലോട്ട് ഹാർമോണിക്സിൻ്റെ എഫക്റ്റ് കുറയ്ക്കുന്നത് നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം സ്ലോട്ട് ഹാർമോണിക്സിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യാറ്. അല്ല, ഇതിൽ നമ്മൾക്കിപ്പം കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് ചെയ്യാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് തന്നെ ആയിരിക്കില്ല. ഓക്കെ, 2-3 എണ്ണം വരും. അപ്പോൾ സ്ലോട്ട് ഹാർമോണിക്സ് കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത് നമുക്ക് സ്ക്യൂയിങ് ചെയ്യാം, അത് നല്ലതാണ്. സ്ലോട്ട്സ് സ്ക്യൂ ചെയ്താൽ ഹാർമോണിക്സ് കുറയ്ക്കും. സിമിലർലി ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ്ങുകൾ യൂസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ആദ്യം മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ ഓപ്ഷൻ എയും വരാം, ബിയും വരാം. ഏതിനെ നമ്മളെ സ്ലോട്ട് ഹാർമോണിക്സ് കുറയ്ക്കാൻ വേണ്ടി സ്ക്യൂയിങ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ്ങുകൾക്കും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത്, ദ ഷോർട്ട് പിച്ച് വൈൻഡിങ് ഈസ് പ്രിഫേർഡ് ഓവർ ഫുൾ പിച്ച് വൈൻഡിങ്. ഷോർട്ട് പിച്ച് വൈൻഡിങ് ആണ് നമ്മൾ ഫുൾ പിച്ച് വൈൻഡിങ്ങിനെ കാട്ടിയും പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് പിച്ച് വൈൻഡിങ്? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഹാർമോണിക്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇ എം എഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് പിച്ച് വൈൻഡിങ് ആണ് നമ്മൾ ഫുൾ പിച്ച് വൈൻഡിങ്ങിനെ കാട്ടി പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഷോർട്ട് പിച്ച് വൈൻഡിങ് എന്ന് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രാക്ഷണൽ പിച്ച് വൈൻഡിങ് എന്ന് തരാം. രണ്ടായാലും കണക്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ ഷോർട്ട് പിച്ച് വൈൻഡിങ് എന്ന് തരാം, അല്ലെങ്കിൽ നമ്മളുടെ ഫ്രാക്ഷണൽ പിച്ച് വൈൻഡിങ് ആണ് ഫുൾ പിച്ച് വൈൻഡിങ്ങിനെക്കാട്ടി നല്ലത് എന്ന് പറയുവാണെങ്കിൽ നമുക്കതിനുള്ള കുറച്ച് അഡ്വാൻറ്റേജുകളും കാര്യങ്ങളും ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് എന്ത്, ഇറ്റ് ഗീവ്സ് ഇംപ്രൂവ്ഡ് വേവ് ഫോം ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, അതായത് ഹാർമോണിക്സ് ടോട്ടലി എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഹാർമോണിക്സ് ടോട്ടലി എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കോപ്പർ സേവിങ് ഉണ്ടാക്കാം. ഓക്കെ, കോപ്പർ സേവിങ് വരും. അതുപോലെ തന്നെ ഒരു പോയിൻ്റാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഇൻഡക്റ്റൻസ്, വൈൻഡിങ്ങിൻ്റെ ഇൻഡക്റ്റൻസും എന്ത് ചെയ്യാം, കുറയ്ക്കാം. ഓക്കെ, സിമിലർലി നമ്മൾ ഫ്രാക്ഷണൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടൂത്ത് റിപ്പിൾസ് കുറയ്ക്കാം. ഓക്കെ, ഫ്രാക്ഷണൽ സ്ലോട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, ടൂത്ത് റിപ്പിൾസ് കുറയ്ക്കാം. സിമിലർലി അടുത്തൊരു പോയിൻ്റാണ് നമുക്ക് മെക്കാനിക്കൽ സ്ട്രെങ്ത്തും നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാം. ഇത് നമുക്ക് നേരത്തെ ഒരു ആൻസറിൽ വന്നിട്ടും കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ സ്ട്രെങ്ത്തും എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ് കേട്ടോ. നമുക്ക് ഷോർട്ട് പിച്ചുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസും കൂടിയും ഇതിൽ ഉണ്ട്. ഓക്കെ,
നെക്സ്റ്റ് ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഹാർമോണിക്സ് നമ്മളെ എന്തൊക്കെയാണ്, ഹാർമോണിക്സ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമ്മളൊന്ന് നോക്കൂ. ഏതാണ് നമ്മളുടെ ഏതാണ് നമ്മൾക്ക് വരിക? നമ്മൾക്ക് ഈ 3 എണ്ണവും വരാം, ശരിയല്ലേ? അപ്പോൾ ഈ 3 എണ്ണവും നമുക്ക് എന്ത് ചെയ്യാം, വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാർമോണിക്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം ബൈ സ്ക്യൂയിങ്, സ്ലോട്ട്സ് സ്ക്യൂ ചെയ്യുന്ന വഴി ചെയ്യാം. സിമിലർലി ക്യാംഫറിങ് ചെയ്യാം, അല്ലേ? അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഡി ആണ്. നമുക്ക് ഹാർമോണിക്സ് റെഡ്യൂസ് ചെയ്യാൻ ഈ 3 വഴികളും നമുക്ക് എന്ത് ചെയ്യാം, സ്വീകരിക്കാവുന്നതാണ്. ക്ലിയർ? നെക്സ്റ്റ് സ്ക്യൂ ഓഫ് എ റോട്ടർ ബാർ എലിമിനേറ്റ്സ്. സ്ക്യൂ ചെയ്യുന്നതിലൂടെ എന്താണ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സ്ക്യൂയിങ് നടത്തുന്നതിലൂടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ബൈ സ്ക്യൂയിങ് വി ക്യാൻ എലിമിനേറ്റ് നമ്മളുടെ വൈബ്രേഷൻ ഡ്യൂ ടു അൺഈക്വൽ ഫോഴ്സ് ഡെവലപ്ഡ് ഓൺ റോട്ടർ. ഓക്കെ, ഇതും ചെയ്യാം. ചില സ്ഥലത്ത് ഈ സ്പേസ് ഹാർമോണിക്സിൻ്റെ എഫക്റ്റും കുറയ്ക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റിൽ പല സ്ഥലത്തും ഓപ്ഷൻ കാണുന്നത് വൈബ്രേഷൻ ഡ്യൂ ടു അൺഈക്വൽ ഫോഴ്സ് ഡെവലപ്ഡ് ഓൺ റോട്ടർ ആണ്. നിങ്ങൾ ആ സ്പേസ് ഹാർമോണിക്സിൻ്റെ എഫക്റ്റും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്ക്. ക്ലിയർ? സ്റ്റിൽ നമുക്ക് ഓപ്ഷനായിട്ട് പറയുന്നത് നമ്മളുടെ വൈബ്രേഷൻ ഡ്യൂ ടു അവർ അൺഈക്വൽ ഫോഴ്സ് ഡെവലപ്പ്. കാരണം സ്ക്യൂയിങ് നമുക്ക് ആ ഒരു ഇതിനാണല്ലോ, നമ്മൾ ആ ഫോഴ്സിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണല്ലോ. ഓക്കെ, ശരി. അടുത്തത് 4 പോൾ സ്റ്റാർ കണക്റ്റഡ് ഓൾട്ടർനേറ്റർ റണ്ണിങ് അറ്റ് 1500 RPM. ഓക്കെ, 1500 RPM തന്നിട്ടുണ്ട്. എന്താണ് 72 സ്ലോട്ട് ഉണ്ട്, 10 കണ്ടക്ടർ പെർ സ്ലോട്ട്. ഓക്കെ, ഈ കണ്ടക്ടർ പെർ സ്ലോട്ട് കണ്ടാൽ നിങ്ങൾ വിടരുത്. എന്താണ് നമ്മളുടെ കണ്ടക്ടർ പെർ സ്ലോട്ട് എന്ന് പറയുന്ന സാധനം നമ്മൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? അപ്പോൾ 10 കണ്ടക്ടർ പെർ സ്ലോട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസും കാണണം, അതുപോലെ തന്നെ സ്ലോട്ട് ആംഗിളും കാണണം. ഓക്കെ, സ്ലോട്ട് ആംഗിൾ കാണാൻ വലിയ പണിയൊന്നുമില്ല. സ്ലോട്ട് ആംഗിൾ എന്ന് പറയുന്ന സാധനം എന്താണ്? ബീറ്റ ആണ്. അതറിയാം നമുക്ക് 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ n, അല്ലേ? ഒന്നെങ്കിൽ n എന്ന് എഴുതാം, അല്ലെങ്കിൽ S/P എന്ന് എഴുതാം. ഓക്കെ, നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. എത്രയാണ്? 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്ലോട്ട് തന്നിട്ടുണ്ട് 72. പോൾസ് തന്നിട്ടുണ്ടോ? ഇല്ല, പോൾസ് ആവും തന്നിട്ടുണ്ടല്ലേ 4. അപ്പോൾ എത്ര കിട്ടും? 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ എത്ര വരിക? 4 18 തന്നെ, അല്ലേ? അപ്പോൾ എത്ര ഡിഗ്രി വരും? 10 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 10 ഡിഗ്രിയുള്ള 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ആരെയും കാണണം? നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസിനെയും കാണണം. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസ് കാണുന്നതിന് മുന്നേ നമ്മൾ ആദ്യം കാണേണ്ടത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സിനാണ്. ഓക്കെ, അപ്പം ഒരു സ്ലോട്ടിൽ 10 കണ്ടക്ടർ എന്നാണ് പറയുന്നത്. അപ്പം എത്ര സ്ലോട്ട് ഉണ്ട് മൊത്തം? 72. അപ്പോൾ നമുക്ക് മൊത്തം കണ്ടക്ടേഴ്സ് എത്ര വരേണ്ടി വരും? ഇറ്റ് വിൽ ബി 10 × 72. അപ്പോൾ 720 കണ്ടക്ടർ വേണ്ടി വരും. ശരിയാണല്ലോ? നമുക്ക് ചോദ്യം അപ്പോൾ 720 കണ്ടക്ടറായി. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? നമ്പർ ഓഫ് ടേൺസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ബൈ 2, ശരിയല്ലേ? അപ്പോൾ എത്ര വരും? 720/2, ശരിയല്ലേ? അപ്പോൾ എത്ര കിട്ടി? 360 കിട്ടി. ഇനി നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസ് ആണ്. അപ്പോൾ ടി ഫേസ് ആണ്. ടി ഫേസ് നമ്മൾക്ക് എങ്ങനെ കിട്ടും? T/3, ശരിയല്ലേ? ടി എത്രയാണ്? 360. അത് ഡിവൈഡഡ് ബൈ 3 അത് എത്ര വരും? ഇറ്റ് വിൽ ബി 120. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് പെർ ഫേസ് 120, സ്ലോട്ട് ആംഗിൾ 10. അപ്പോൾ ഓപ്ഷൻ വിൽ ബി 120 10. So 120 10 will be your option. C will be your answer. Clear? Next, the stator of a 3-phase 6-pole AC machine has 45 slots. The stator winding has 45 coils with a span of 6 slots. What type of winding will be selected for this machine?
ഏത് ടൈപ്പ് ഓഫ് വൈൻഡിങ് ആണ് സെലക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, നമുക്ക് വൈൻഡിങ് സെലക്ഷനിൽ ഒരു കാര്യം ഉറപ്പാണ്, എന്താണ്, നമ്മൾക്ക് എപ്പോഴും നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഫുൾ പിച്ച് എന്തായാലും നമുക്ക് പറ്റില്ല, നമ്മൾ പാടില്ല എന്ന് പറഞ്ഞാണ്. ഷോർട്ട് പിച്ചാണ്, അപ്പോൾ ഇത് രണ്ടുമാണ്. ഷോർട്ട് പിച്ചുമാണ്, അറ്റ് ദ സെയിം ടൈം ഫ്രാക്ഷണൽ സ്ലോട്ടുമാണ്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതുമാണ്, ഡബിൾ ലെയർ ആണോ സിംഗിൾ ലെയർ ആണോ? അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഡബിൾ ലെയർ ആണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? ഡബിൾ ലെയർ ആണ് നല്ലതെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നമ്പർ ഓഫ് കോയിൽസ് തന്നിരിക്കുന്നതിൽ നമ്പർ ഓഫ് കോയിൽസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്ലോട്ട്സ് ആണോ എന്ന് നോക്കുക. ഓക്കെ, നമ്പർ ഓഫ് സ്ലോട്ട്സ് 45, നമ്പർ ഓഫ് കോയിൽസ് ആണ്, രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക, അങ്ങനത്തെ വൈൻഡിങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഡബിൾ ലെയർ വൈൻഡിങ്ങുകളാണ്. ക്ലിയർ? അപ്പോൾ ഓർക്കുക, ദാറ്റ് ഈസ് കോൾഡ് ആസ് യുവർ ഡബിൾ ലെയർ വൈൻഡിങ്. അപ്പം നമുക്ക് എന്ത് ആൻസർ ചെയ്യാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഡബിൾ ലെയർ വൈൻഡിങ്. ഓക്കെ, സോ അതാണ് നമ്മളുടെ ആൻസർ. ഡബിൾ ലെയർ വൈൻഡിങ്, ഫ്രാക്ഷണൽ സ്ലോട്ട്, ഷോർട്ട് പിച്ച് വൈൻഡിങ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ആൻഡ് ഷോർട്ട് കോഡിങ് എംപ്ലോയിഡ് ഇൻ എ സി മെഷീൻ വിൽ റിസൾട്ട് ഇൻ. എന്തിന് റിസൾട്ട് ചെയ്യും? നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിൻ്റാണ്. എന്താണ്? ഇറ്റ് വിൽ ബി റിസൾട്ടിങ് ഇൻ യുവർ ഡിക്രീസ് ഇൻ EMF, അല്ലേ? EMF കുറക്കാനും അതുപോലെ ഹാർമോണിക്സ് കുറക്കാനും ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങും അതുപോലെ ഷോർട്ട് കോഡിങ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ സ്ലോട്ട് ചെയ്യുന്ന സാധനങ്ങളും. ക്ലിയർ? നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു എലിമിനേറ്റ് ഫിഫ്ത്ത് ഹാർമോണിക് വോൾട്ടേജ്. ഓക്കെ, ഫിഫ്ത്ത് ഹാർമോണിക് വോൾട്ടേജിൻ്റെ എലിമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ കോയിൽസ് എത്ര ഷോർട്ട് പിച്ച് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾക്കൊരു എത്ര ആംഗിൾ അല്ലെങ്കിൽ എത്ര ഷോർട്ട് പിച്ച് ചെയ്യണം അല്ലെങ്കിൽ എത്ര ആംഗിളിലാണ് ഷോർട്ട് പിച്ച് നടത്തേണ്ടത് എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് എൻ ബീറ്റ ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? നമ്മൾ ഈ ഡിഗ്രികളൊക്കെ എത്ര എടുക്കേണ്ടത്? 180 ഡിഗ്രികളാണ് എടുക്കേണ്ടത്. അതെന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നമ്മളുടെ ഇലക്ട്രിക്കൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രിയാണ്, അല്ലാണ്ട് 360 അല്ല. ശരിയല്ല, നമ്മൾ 360 ഒന്നല്ല എപ്പോഴും എടുത്തത്. ഇവിടെ നമ്മൾ 1 പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ 150 ഡിഗ്രിയാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എത്രേൻ്റെ ഏത് ഹാർമോണിക്സ് ആണ്? എൻ എന്ന് ഡിനോട്ട് ചെയ്യുന്ന ഏത് ഹാർമോണിക്സ് ആണെന്നുള്ളത്. ഇവിടെ ഏത് ഹാർമോണിക്സാണ്? ഫിഫ്ത്ത് ഹാർമോണിക്സ്. അപ്പോൾ 5 ബീറ്റ ഈക്വൽ ടു 180. അപ്പോൾ ബീറ്റ ഈക്വൽ ടു എത്ര വരും? യുവർ ബീറ്റ വിൽ ബി 180 ഡിവൈഡഡ് ബൈ 5. യുവർ ആൻസർ വിൽ ബി 36 ഡിഗ്രീസ്. ഓക്കെ, സോ 36 ഡിഗ്രിയാണ് ആൻസർ. ഇനി നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഈ ഷോർട്ട് പിച്ചിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ നമ്മളെ പോൾ പിച്ചിൻ്റെ കൺസെപ്റ്റ് അറിയില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് വരും? നമ്മളിപ്പോൾ ഒരു 360 ആണ്, മൊത്തം ഡിഗ്രി 360 ആണെന്ന് വിചാരിച്ചിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ എത്ര വരെ? നിങ്ങൾക്ക് ആൻസർ 72. അതുകൊണ്ട് അത് കൺഫ്യൂഷൻ തരാൻ വേണ്ടി പ്ലേസ് ചെയ്യുന്ന സാധനമാണ് അത്. ഓക്കെ, അത് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രെഡ്ത്ത് ഫാക്ടർ. ഓക്കെ, ബ്രെഡ്ത്ത് ഫാക്ടർ ഓഫ് എ തേർഡ് ഹാർമോണിക് EMF ഓഫ് എ 3-phase 4-pole സിങ്കണസ് മെഷീൻ ഹാവിങ് 36 സ്ലോട്ട്സ്. ഓക്കെ, ബ്രെഡ്ത്ത് ഫാക്ടർ തന്നെയാണ് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ വേറെ പേരാണ് ബ്രെഡ്ത്ത് ഫാക്ടർ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ ഓർക്കുക, എന്താണ്? കെ ഡി ഈസ് ഈക്വൽ ടു എന്താണ് വരിക? നമുക്ക് സൈൻ എം ബീറ്റ ബൈ 2 ഡിവൈഡ് ബൈ എം ഇൻറ്റു സൈൻ ബീറ്റ ബൈ 2, അല്ലേ? നമ്മളൊരു ഹാർമോണിക്സും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ഇവിടെ ഒരു 4th ഹാർമോണിക്സ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു 6 വരും, ഇവിടെ ഒരു 6 വരും. സോ സൈൻ ആർ എം ബീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ എം സൈൻ ആർ ബീറ്റ ബൈ 2 എന്നാണ് വരിക. അപ്പോൾ നമ്മളിനി ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ അനലൈസ് ചെയ്യാം. ഈ എം എന്ന് പറയുന്ന സാധനമാണ് എന്ത്? നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ്, അല്ലേ? നമ്പർ ഓഫ് സ്ലോട്ട്സ് പെർ പോൾ പേഴ്സ് ആണ് നമ്മളുടെ എം. അപ്പോൾ നമുക്ക് ഈ എം എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് സ്ലോട്ട്സ് എത്രയാണ്? 36. പെർ പോൾ എത്രയാണ്? 4 പോൾ. പെർ ഫേസ് എത്രയാണ്? 3. അപ്പോൾ എത്ര കിട്ടും? 36 ബൈ 4 9 ബൈ 3 എത്ര കിട്ടും? 3. സോ എം വിൽ ബി 3. എത്ര ഹാർമോണിക്കാണ്? തേർഡ് ഹാർമോണിക്. ഈ 6 ആണ് നമ്മൾ തന്നിരിക്കുന്ന 3. ക്ലിയർ? ഇനി നമ്മൾക്ക് ആരെ അറിയേണ്ടത്? ബീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ എൻ എന്ന് എഴുതുക, അല്ലെങ്കിൽ 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ എസ് ബൈ പി എന്ന് എഴുതുക. ശരിയല്ലേ? അപ്പം
ഈ 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ എസ് നമ്പർ ഓഫ് സ്ലോട്ട്സ് എത്രയാണ് 36 ഡിവൈഡഡ് ബൈ പൂള് 4 അപ്പോൾ 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ 9 ആൻസർ എത്രയാണ് 20 ഡിഗ്രി. സോ അവർ ബീറ്റ വിൽ ബി ഈക്വൽ ടു 20 ഡിഗ്രി. അപ്പോൾ എം കിട്ടി, ആർ കിട്ടി, ബീറ്റ കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾക്ക് ബ്രെഡ്ത്ത് ഫാക്ടർ എത്രയാണെന്ന് അറിയണം. സോ കെ ഡി വിൽ ബി ഈക്വൽ ടു സൈൻ എത്ര കിട്ടി എം 3 6 അല്ലേ 6 3 എം 3 ബീറ്റ എത്ര 20/2 ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞാൽ പിന്നെയും 3 സൈൻ 6 3 തന്നെ ബീറ്റ 20/2 അല്ലേ. അപ്പോൾ ആൻസർ എത്ര കിട്ടും 2 2 കട്ടാവും 10 ആവും. അപ്പോൾ ആൻസർ എത്ര വരും സൈൻ 90 ഡിവൈഡ് ബൈ 3 ഇൻറ്റു സൈൻ 2 10 കട്ടാവും സൈൻ 30. ഓക്കെ, അപ്പോൾ സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്, സൈൻ 30 എന്ന് പറയുന്നത് എത്രയാണ് 1/2 ആണ്. സോ ആൻസർ വിൽ ബി 2/3 അല്ലെങ്കിൽ യു ക്യാൻ കോൾ ഇറ്റ് ആസ് 0.67. ഓക്കെ, 2/3 അല്ലെങ്കിൽ നമുക്ക് അതിന് വിളിക്കുക എത്രയാണത് 0.6 ആണ്. അപ്പോൾ 0.67 ആണ് നമ്മളുടെ ആൻസർ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ദ റോട്ടർ ഓഫ് എ 4-pole AC generator is wound with a 200 turns coil. If the flux per pole is 5 milliweber and the rotor turns runs at a speed of 1500 rpm, the RMS value of induced voltage for this AC generator is nearly dash volt. എത്രയാണ് അതിൻ്റെ വോൾട്ടേജ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കണ്ടുപിടിക്കാൻ പറയുന്നത് നമ്മളുടെ എന്താണ് RMS വോൾട്ടേജ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ RMS വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം തന്നെ എഴുതി വയ്ക്കുക. എന്താണ് നമ്മൾ RMS വോൾട്ടേജിൻ്റെ ഇക്വേഷൻ? യുവർ ERMS ഈക്വൽ ടു 4.44 kp kd 5f ഇൻറ്റു ടി. ശരിയാണല്ലോ, 4.44 5f ഇൻറ്റു ടി അല്ലേ. ദെൻ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളെ സ്പീഡ് n ആണ്, ഇത് p ആണ് അല്ലേ. നമുക്ക് ആദ്യം അറിയണം n ഈക്വൽ ടു 120 f/p. അതിനകത്ത് നമുക്ക് ഫ്രീക്വൻസി എഫ് കാണണം അല്ലേ. അപ്പോൾ എത്രയാണ് NP/120. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 1500 ആണ്, പോള് 4 ആണ്, 120. സോ ആൻസർ വിൽ ബി 50 ഹെഡ്സ്. ഓക്കെ, ദെൻ ഈ തന്നിരിക്കുന്ന 5 milliweber എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫ്ലക്സ് ആണ്, 200 ടേൺസ് ആണ് നമ്മുടെ നമ്പർ ഓഫ് ടേൺസ് n. ഓക്കെ, n എന്ന് എടുക്കണ്ട, നമ്മളിവിടെ എന്നോട് സ്പീഡ് എടുത്തുകൊണ്ട് നമ്മളതിനെ ടി എന്ന് എടുത്താൽ മതി, ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, നമ്മുടെ ടി ആണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ടി അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 4.445 എന്ന് പറഞ്ഞാൽ എത്രയാണ് 5 milliweber ആണ്. അപ്പോൾ 5 ഇൻറ്റു 10⁻³ ഇൻറ്റു എഫ് എത്രയാണ് 50 ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് 200. ഓക്കെ, ഇവിടെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ കെ പിയും കെ ഡിയും ഒക്കെ 1 എടുത്താൽ മതി. ഓക്കെ, അത് സിംഗിൾ കോയിലാണെന്ന് കൺസിഡർ ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ കോയിലാണല്ലോ തന്നിട്ടുള്ളത്. അപ്പോൾ സിംഗിൾ കോയിലായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ കെ പി 1 ആണ്, സിമിലർലി കെ ഡിയും എന്തായിട്ട് എടുക്കാം 1 ആയിട്ട് എടുക്കാം. സോ ഇതൊക്കെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ 222 വോൾട്ട്. ഓക്കെ, 222 വോൾട്ട് നമ്മുടെ ഓപ്ഷനില്ല, പക്ഷേ നിയർലി എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിയർലി അത് എത്രയായിരിക്കും 200 വോൾട്ട് ആയിരിക്കും ഇക്വേഷൻ നമ്മുടെ ആൻസർ. ക്ലിയർ? നമ്മൾ 200 വോൾട്ടാണ് നമ്മുടെ ഇക്വേഷനായിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതി തരാം. അതായത് ഒരു പിച്ച് ഫാക്ടർ കാണേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. പിച്ച് ഫാക്ടർ ഫോർ സം ഹാർമോണിക്കിൻ്റെ ഒരു 5th കമ്പോണൻറ്റിൻ്റെ പിച്ച് ഫാക്ടറാണ് കാണേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ പിച്ച് ഫാക്ടർ നമുക്കറിയാം എന്താണ് cos α/2 ആയിരിക്കും. അപ്പോൾ പിച്ച് ഫാക്ടർ ഒരു ഹാർമോണിക്സും കൂടി വരികയാണെങ്കിൽ cos r ഇൻറ്റു α/2 എന്നായിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, ഇപ്പോൾ നമുക്ക് സപ്പോസ് നമ്മൾ ആൽഫ ഒരു 36 ഡിഗ്രി ആണെന്ന് വിചാരിക്കും. അപ്പോൾ പിച്ച് ഫാക്ടർ എന്താ വരിക കോസ് 5th കമ്പോണൻ്റ് ആകുമ്പോൾ 6 5 ഇൻറ്റു 36/2. അപ്പോൾ എത്ര വരും കോസ് 5 ഇൻറ്റു 10 80 അല്ല. അപ്പോൾ എത്ര കോസ് 90, അതായത് പിച്ച് ഫാക്ടർ എത്ര വരും 0. പിച്ച് ഫാക്ടർ 0 ആണെങ്കിൽ നിങ്ങൾ ഇൻഡ്യൂസ്ഡ് EMF അല്ല RMS വാല്യൂ എന്ത് വരും കെ പി 0 അല്ലേ. അപ്പോൾ RMS വാല്യൂ എത്ര തന്നെ വരും? യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ
0. ക്ലിയർ? അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. നെക്സ്റ്റ്, എ 500 മെഗാവാട്ട് 3-phase star connected alternator has a rated voltage of 21 kV at 0.8 power factor. The line current when operating at full load rated conditions will be dash K. എത്ര കിലോ ആംപിയർ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്നത് ഇവിടെ ഒരു പവർ തന്നിട്ടുണ്ട്. അതുപോലെ ഇതാണ് നമ്മളുടെ ടെർമിനൽ വോൾട്ടേജ്, റേറ്റഡ് വോൾട്ടേജ്, പവർ ഫാക്ടർ അല്ലേ. നമുക്ക് സാധാരണ ഒരു ഇക്വേഷൻ അറിയേണ്ട ആവശ്യമുള്ളൂ, ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണ് √3 VL/IL cos φ അറിഞ്ഞാൽ തന്നെ ഇത് ചോദ്യം ചെയ്യാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലൈൻ കറണ്ട് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ IL ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് വിൽ ബി പവർ ഡിവൈഡഡ് ബൈ √3 VL/IL cos φ. സോ IL will be 500 മെഗാവാട്ട് അല്ലേ. അപ്പോൾ 500 × 10⁶ ഡിവൈഡഡ് ബൈ √3 ടെർമിനൽ വോൾട്ടേജ് എത്രയാണ്? 21.5 കിലോ വോൾട്ട് ആണ്. അപ്പോൾ എഴുതുക 21.5 × 10⁻³ ഇൻറ്റു പവർ ഫാക്ടർ എത്രയാണ്? 0.85. ക്ലിയർ? വെൻ യു ആർ ഡൂയിങ് യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ 15.79 കിലോ ആംപിയർ. ഇതാണ് നമ്മളുടെ ആൻസർ, 15.79 കിലോ ആംപിയേഴ്സ്. ക്ലിയർ? നെക്സ്റ്റ്, ഓക്കെ, നെക്സ്റ്റ് അതേപോലത്തെ ഒരു സിമിലർ പ്രോബ്ലം തന്നെയാണ്. 500 MVA 13.80 kV star connected alternator at 0.8 power factor will deliver a full load current of dash kilo ampere. എത്ര കിലോ ആംപിയർ കറണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ അതേപോലെ തന്നെ നമുക്ക് ആ ഫോമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. P = √3 VL/IL cos φ തന്നെയാണ്. അപ്പോൾ ഇവിടെയും നമ്മുടെ ഫുൾ ലോഡ് കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് വിൽ ബി 500 × 10⁶ ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു 13.8 × 10⁻³ ഇൻറ്റു 0.8. ഓക്കെ, നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ 26.15 കിലോ ആംപിയർ എന്നാണ് നമുക്കതിൻ്റെ ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിൻറ്റും കൂടി എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. എ 3-phase 50 MVA to a 10 kV generator has a reactance of 0.2 ohm per phase. Hence the per unit value of the reactance of on a base 100 MVA 25 kV will be dash. എത്രയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോമുലയാണ്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, നമ്മൾ പവർ സിസ്റ്റംസിലൊക്കെ വരുന്നതാണ്. ജസ്റ്റ് ഇത് നോട്ട് ചെയ്താൽ എക്സ് പെർ യൂണിറ്റ് ന്യൂ ഈക്വൽ ടു എക്സ് പെർ ഫേസ് ഇൻറ്റു ന്യൂ ബേസ് MVA ഡിവൈഡഡ് ബൈ ന്യൂ KV ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് ഫോമുല. ഇവിടെ അപ്ലൈ ചെയ്യുക. എക്സ് പെർ ഫേസ് എന്നാൽ 0.2, പുതിയ MVA എടുക്കുക. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ KV എത്ര? 25ൻ്റെ സ്ക്വയർ. ഓക്കെ, നമ്മൾ ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ ആസ് 0.032. അപ്പോൾ 0.032 ആണ് നമ്മുടെ പെർ യൂണിറ്റിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പം അതാണ് നമ്മൾക്ക് നമുക്ക് ചെയ്യാനുള്ള കാര്യം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ KVൻ്റെ ഓൾട്ടർനേറ്ററിനെ വിത്ത് റെസ്പെക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ KVൻ്റെ ഓൾട്ടർനേറ്ററും നമ്മൾ ഫ്രീക്വൻസി ആയിട്ടുള്ള ഓൾട്ടർനേറ്ററുള്ള KV അല്ല, നമ്മൾ ഓൾട്ടർനേറ്ററും നമ്മുടെ ഓൾട്ടർനേറ്ററും നമ്മൾ ഫ്രീക്വൻസി ആയിട്ടുള്ള റിലേഷനാണ്. അപ്പോൾ ഓൾട്ടർനേറ്ററും ഫ്രീക്വൻസി ആയിട്ടുള്ള ചെറിയ റിലേഷനിൽ നമ്മൾക്ക് അറിയാവുന്നൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസിയും നമ്മുടെ EMF ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഓപ്പറേറ്റിംഗ് ഒന്നും എങ്ങനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF നമുക്കറിയാം 4.44 φF അല്ലേ. അപ്പം
induced EMF will be proportional to F. ശരിയാണല്ലോ. അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്രൊപ്പോർഷണൽ ടു എഫ് ആണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് രണ്ട് ഫ്രീക്വൻസി ഉണ്ടല്ലോ. അപ്പോൾ E2/E1 ഈക്വൽ ടു F2/F1 ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് E2 എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി E1 ഇൻറ്റു F2/F1 ആയിരിക്കും. അപ്പം യു വിൽ ബി ഗെറ്റിംഗ് E1 പഴയ E1 ഇൻറ്റു സെക്കൻഡ് ഇ എം എഫ് ഫ്രീക്വൻസി 50/60. അപ്പം പഴയ ഇ എം എഫ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് വോൾട്ടേജിൻ്റെ 5/6 റിഡക്ഷൻ ഉണ്ടാവും എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഓപ്ഷൻ വിൽ ബി ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് വിൽ റെഡ്യൂസ് ഇൻ എ റേഷ്യോ ഓഫ് 5/6. സോ ഇതാണ് നമ്മളുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണിത്. ദ നേച്ചർ ഓഫ് ആർമേച്ചർ MMF will be in phase with main field flux only when the load is purely. അപ്പം ഏതാണ് നമ്മളുടെ നേച്ചർ ഓഫ് ആർമേച്ചർ MMF? ഇൻ ഫേസ് ആണെങ്കിൽ ഏതാണ് ലോഡ്, ഏത് ലോഡ് ആണ് നമുക്ക് വരിക എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ഇൻഫേസ് കമ്പോണൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ഇൻഫേസ് കമ്പോണൻ്റ് നമുക്ക് ഏതാണ് പ്യുവർലി ഇൻഫേസ്, നമ്മുടെ ഫീൽഡുമായിട്ട് ഏതാണ് ഇൻഫേസ് എന്ന് വരുന്നതാണ് ചോദ്യം. അപ്പോൾ ഇൻഫേസ് ആയിട്ട് വരുന്നത് നമ്മളെ റെസിസ്റ്റീവ് ലോഡിനായിരിക്കും ഇൻഫേസ്. കാരണം മറ്റുള്ളതൊക്കെ ലാഗിങ് അല്ലെങ്കിൽ ലീഡിങ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം ഏതാണ്? ഇറ്റ് വിൽ ബി പ്യുവർലി റെസിസ്റ്റീവ് ആണ് നമ്മളുടെ ആൻസർ. ക്ലിയർ? നെക്സ്റ്റ്, ആൻ ഓൾട്ടർനേറ്റർ ഈസ് ഫീഡിങ് എ ZPF ലാഗിങ് ലോഡ് അല്ലേ. അപ്പോൾ ലാഗിങ് ലോഡിൻ്റെ വരുന്ന ഓർഫോമേറ്ററിലെ ആർമേച്ചർ എന്നിട്ട് ആർമേച്ചർ റിയാക്ഷൻ ഏതാണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ലാഗിങ് ലോഡിൽ നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ നമ്മൾ പഠിച്ചതാണ്. ഓൾട്ടർനേറ്ററിൻ്റെ കേസിൽ നമ്മുടെ ലാഗിങ് ലോഡിൽ നമ്മളുടെ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡീമാഗ്നറ്റൈസിങ് ആയിരിക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർമേച്ചർ റിയാക്ഷൻ an armature reaction of a alternator supplying power at rated load with ZPF lagging. അപ്പോൾ ZPF lagging again നമ്മൾ നേരത്തെ അതേ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലും അതേ ലാഗിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ വേണ്ടത്, അതും എന്ത് തന്നെയായിരിക്കും? ഡീമാഗ്നറ്റൈസിങ് തന്നെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത്, when an alternator armature reaction is considered to be an equivalent അല്ലെ, എന്തിന് ഇക്വലൻ്റ് ആണ് എന്നുള്ളതാണ്. ഇക്വലൻ്റ് ടു എ ഫിക്സിയസ് ഏതായിരിക്കും? നമ്മളത് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് വിൽ ബി ഈക്വലൻ്റ് അല്ലെങ്കിൽ ആർമേച്ചർ റിയാക്ഷൻ ഈസ് കൺസിഡേർഡ് ടു ബി ആൻ ഇക്വലൻ്റ് ഫിക്സിയസ് ഏതാണ്? ഫിക്സിയസ് റിയാക്റ്റൻസ് ആണ്. നമ്മളത് ക്ലിയർ ആയിട്ട് അന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിയതാണ്. ഇറ്റ് ഈസ് എ ഇക്വലൻ്റ് ഫിക്സിയസ് റിയാക്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ്, ദ സിങ്ക്രണസ് റിയാക്റ്റൻസ്. സിങ്ക്രണസ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ XS അല്ലെ. സിങ്ക്രണസ് റിയാക്റ്റൻസ് എന്ന് പറയുന്നതിന് എന്തിന് ഈക്വലൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് പഠിച്ചതാണ്. ഇറ്റ് ഈസ് എ കോമ്പനൻ്റ് റിയാക്റ്റൻസ് ഡ്യൂ ടു ലീക്കേജ് ഫ്ലക്സ് ആൻഡ് ആർമേച്ചർ റിയാക്ഷൻ അല്ലേ. അപ്പോൾ ഇറ്റ് വിൽ ബി XS ഈക്വൽ ടു XL പ്ലസ് XA. So synchronous reactance will be equal to XL plus XA ആണ് നമ്മളുടെ synchronous reactance ൻ്റെ ഇക്വേഷൻ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫീൽഡ് എക്സൈറ്റേഷൻ ഓഫ് 20 ആംപിയർ ഇൻ എ certain alternator results in an armature current of 400 ampere in short circuit
current and a terminal voltage of 2000 volt on open circuit. The magnitude of the internal voltage drop within the machine at a load current of 20 ampere is dash volt. എത്ര വോൾട്ട് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. ക്ലിയർ? അപ്പം ഈ ഫീൽഡ് എക്സൈറ്റേഷൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഈ സിങ്ക്രണസ് റിയാക്ടൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓർക്കുക, ശരിക്കും സിങ്ക്രണസ് ഇമ്പിഡൻസ് എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾക്ക് ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് പറയുന്നത് കൊണ്ട് നമ്മൾ ഇൻറ്റേർണൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്നുള്ളത് ഇക്വേഷൻ അറിയണം. അപ്പോൾ ഇൻറ്റേർണൽ വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഇക്വേഷനാണ് I ഇൻറ്റു എക്സ് എസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് എസ് എന്നുള്ള വിത്ത് റെസ്പെക്ട് എഴുതാം. സോ സിങ്ക്രണസ് റിയാക്ടൻസ് വിൽ ബി VOS ഡിവൈഡഡ് ബൈ ISC ഇൻറ്റു IF ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഞാൻ പറഞ്ഞത് ശരിക്കും ZS ആണ്, നമുക്കിവിടെ എക്സസിൻ്റെ ആണ്, ഇവിടുത്തെ ഇമ്പിഡൻസ് നമ്മൾ എക്സസ് ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് എക്സസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, അപ്പം ആ രീതിയിൽ VOC എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എത്രയാണ്? ഓപ്പൺ സർക്യൂട്ടാണ്, 2000 ഡിവൈഡഡ് ബൈ 400. സോ യുവർ ആൻസർ വിൽ ബി 5 ohms. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഇൻറ്റേർണൽ വോൾട്ടേജ് ഡ്രോപ്പ് ഏത് കറണ്ടിലാണ് ഇത് കാണേണ്ടത് കണ്ടിരുന്നത്? 200 ആംപിയർ. അപ്പോൾ 200 ഇൻറ്റു 5. സോ യുവർ ആൻസർ വിൽ ബി 1000 വോൾട്ട്. അപ്പോൾ 1000 വോൾട്ടാണ് നമ്മളുടെ ആൻസർ. ക്ലിയർ? അപ്പോൾ ആ ഒരു പോയിന്റും കൂടി നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ദ സിങ്ക്രണസ് റിയാക്ടൻസ് ഓഫ് എ 500 വോൾട്ട് 50 കിലോ ആംപിയർ have an effective resistance of 0.2 ohm if an excitation of 10 ampere produces 200 ampere armature current. അല്ലേ? അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ സിങ്ക്രണസ് ഇമ്പിഡൻസിൻ്റെ ഫോർമുല ഇവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ എഴുതി വയ്ക്കുക, സിങ്ക്രണസ് ഇമ്പിഡൻസ് ZS ഈക്വൽ ടു VOC ഡിവൈഡഡ് ബൈ ISC വിത്ത് അവർ ഫീൽഡ് കറണ്ട് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 450 ഡിവൈഡഡ് ബൈ 200. അല്ല, ഇവിടെയാണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. അപ്പോൾ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2.25 ohm. ഓക്കെ, നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ സിങ്ക്രണസ് റിയാക്റ്റൻസ് ആണ്, അതായത് നമ്മൾക്ക് എക്സസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സിങ്ക്രണസ് റിയാക്റ്റൻസ് എക്സസ് ആണെന്നുള്ളത് കൊണ്ട് then it will be root of ZS square divided by RE square. നമുക്കിവിടെ ഒരു എക്സൈറ്റേഷൻ റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് RE ഉണ്ട്. അപ്പോൾ RE ആണ് 0.2 ohm. സോ ഇറ്റ് വിൽ ബി റൂട്ട് ഓഫ് 2.25 സ്ക്വയർ മൈനസ് 0.2 സ്ക്വയർ എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 2.24 ohm എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സിങ്ക്രണസ് നമ്മുടെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 2.24 ohm. ഓക്കെ, അപ്പോൾ സിങ്ക്രണസ് ഇമ്പിഡൻസ് വിൽ ബി 2.24 ohm എന്നുള്ളൊരു പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ക്ലിയർ? അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ്, എ ലീഡിങ് PF ഓഫ് എൻ ഓൾട്ടർനേറ്റർ ഇംപ്ലൈസ് ദാറ്റ് റെഗുലേഷൻ വിൽ ബി. നമുക്ക് ലീഡിങ് PF ആകുമ്പോൾ നമ്മൾ ലാഗിങ് ആകുമ്പോൾ നമുക്ക് പോസിറ്റീവ് റെഗുലേഷനാണ്, ലീഡിങ് ആണെങ്കിൽ it will be negative regulation. Next, the synchronous impedance method of finding voltage regulation of a cylindrical rotor is considered as synchronous impedance മെത്തേഡ്, അല്ലെങ്കിൽ നമ്മൾ ആ മെത്തേഡിനെ വിളിക്കുന്ന പേരെന്താണ്? അതാണ് EMF മെത്തേഡ്. അല്ലേ? ആ മെത്തേഡിനെ നമ്മൾക്ക് ഏതാണ് കൺസിഡർ ചെയ്യുന്നത്? നമ്മൾ പെസിമിസ്റ്റിക് മെത്തേഡാണ്, കാരണം സാച്ചുറേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് എ പെസിമിസ്റ്റിക് മെത്തേഡ് ബിക്കോസ് സാച്ചുറേഷൻ ഈസ് നോട്ട് കൺസിഡേർഡ്. ക്ലിയർ? നെക്സ്റ്റ്, ദ റെഗുലേഷൻ obtained by synchronous impedance method is always higher than the actual value. ആക്ച്വൽ വാല്യൂക്കാളും കൂടുതലാണ് നമ്മളുടെ സിങ്ക്രണസ് ഇമ്പിഡൻസ് മെത്തേഡിലെ റെഗുലേഷൻ. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അതിൻ്റെ കാരണം ഇതാണ്, നമ്മുടെ സിങ്ക്രണസ് ഇമ്പിഡൻസ് മെത്തേഡിൽ വോൾട്ടേജ് റെഗുലേഷൻ്റെ സമയത്ത് നമ്മളുടെ സിങ്ക്രണസ് റിയാക്റ്റൻസ് എന്തായിരിക്കും? ഈസ് അസ്യൂംഡ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, നമ്മുടെ സിങ്ക്രണസ് റിയാക്റ്റൻസ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി അസ്യൂംഡ് കോൺസ്റ്റൻറ്റ്. നെക്സ്റ്റ്, ഇൻ ദിസ് മെത്തേഡ്സ് ഏതൊക്കെ മെത്തേഡ്സാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ്റെ മെത്തേഡുകൾ ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പഠിച്ചിട്ടുണ്ട് EMF മെത്തേഡ് ഉണ്ട്, MMF മെത്തേഡ് ഉണ്ട്. ഈ രണ്ട് മെത്തേഡും ഇല്ല. ഇതിന് പകരം മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ZPF മെത്തേഡാണ്. ശരിയല്ലേ? ZPF അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പോർട്ടിയർ ട്രയാങ്കിൾ മെത്തേഡ്. ഓർക്കുന്നില്ലേ?
ZPF മെത്തേഡ് അല്ലെങ്കിൽ പൂട്ടിയർ ട്രയാങ്കിൾ മെത്തേഡ്, അല്ലെങ്കിൽ നാലാമത്തെ ഒരു മെത്തേഡാണെന്ത് ASA മെത്തേഡ് അല്ലേ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പഠിച്ചിട്ടില്ലേ. അപ്പോൾ അമേരിക്കൻ സ്റ്റാൻഡേർഡ് മെത്തേഡും ആണ് വരുന്നത്. അപ്പോൾ EMFും MMFും ആണ് നമ്മുടെ വോൾട്ടേജ് റെഗുലേഷൻ മെത്തേഡ്സ്. നെക്സ്റ്റ് സിമിലർലി ഏതൊക്കെ മെത്തേഡ്സ് ആണ്? MMF മെത്തേഡ് ഉണ്ട്, ZPF ഉണ്ട്, EMF ഉണ്ട്. ഇത് LPF മെത്തേഡൊന്നും ഇല്ല കേട്ടോ. ഈ മെത്തേഡുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. പ്ലസ് നമ്മളെന്ന് പറഞ്ഞാൽ നാലാമത്തെ ASA മെത്തേഡും ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഏത് മെത്തേഡിലാണ് ഹയർ വാല്യൂ കിട്ടുന്നത്? ഏത് മെത്തേഡിലാണ് നമുക്ക് ഹയർ വാല്യൂ ആക്ച്വൽ റെഗുലേഷനെ കാട്ടിയും ഹയർ വാല്യൂ നമുക്ക് ഏത് മെത്തേഡിലാണ് കിട്ടുക? നമ്മൾ പഠിച്ചതാണ് ഏത് മെത്തേഡാണ്? EMF മെത്തേഡിലാണ് കിട്ടുക. വിച്ച് മെത്തേഡ് ഗീവ്സ് മോർ ആക്യുറേറ്റ് റിസൾട്ട്? ഏറ്റവും നല്ല ആക്യുറേറ്റ് റിസൾട്ട് കിട്ടുന്ന മെത്തേഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേതാണ്? ASA മെത്തേഡിലാണ് മോർ ആക്യുറേറ്റ് റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഔട്ട് ഓഫ് ദീസ് 4 മെത്തേഡ്സ്, ഈ 4 മെത്തേഡിലും ഏതാണ് വോൾട്ടേജ് റെഗുലേഷൻ്റെ? ഓക്കെ, അസെൻഡിങ് ഓർഡർ ഓഫ് വോൾട്ടേജ് റെഗുലേഷൻ. വോൾട്ടേജ് റെഗുലേഷൻ്റെ അസെൻഡിങ് ഓർഡറിൽ ഏത് മെത്തേഡിലാണ് കറക്റ്റ് സീക്വൻസ് റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കറക്റ്റ് എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു EMF മെത്തേഡിലാണ് കൂടുതൽ അല്ലേ. അപ്പം ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 4, 3, 2, 1. ഓക്കെ, ഇതാണ് ഏറ്റവും കുറവ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്. ഓക്കെ, ഏറ്റവും കൂടുതൽ EMFനാണെന്ന് ഓർക്കുക. ഹയർ 1, MMF ആണ് ലോവർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോവർ അല്ലെങ്കിൽ ലോവർ ദാൻ ആക്ച്വൽ വാല്യൂ എന്ന് പഠിച്ചില്ല. അപ്പോൾ MMF ആണ് നമ്മുടെ ലോവർ വാല്യൂ. നെക്സ്റ്റ്, സിംഗിളസ് മോട്ടർ ഈസ് ഓപ്പറേറ്റഡ് ഫ്രോം എ ബസ് വോൾട്ടേജ് 1 per unit ആൻഡ് ഡ്രോൺ 1 per unit ZPF ലീഡിങ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ സിംഗിളസ് മോട്ടറിലെ എക്സൈറ്റേഷൻ EMFൻ്റെ ഇക്വേഷനാണ്. എക്സൈറ്റേഷൻ EMFൻ്റെ ഇക്വേഷൻ E എന്ന് പറഞ്ഞിട്ട് വിൽ ബി V - IA × ZS. ക്ലിയർ? അപ്പോൾ ആ എക്സൈറ്റേഷൻ EMFൽ നമ്മൾ V എന്ന് പറയുന്നത് എത്രയായിരിക്കും? V എന്ന് പറയുന്നത് വിൽ ബി 1 - IA എന്ന് പറഞ്ഞാൽ അതും തന്നിട്ടുണ്ട്. എത്ര? 1 ഇതാണ്. ZS റിയാക്ടൻസ് എത്രയാണ്? 0.5. അപ്പോൾ 1 - 0.5, സോ യുവർ എക്സൈറ്റേഷൻ EMF വിൽ ബി 0.5. ക്ലിയർ? ആ എക്സൈറ്റേഷൻ EMF നമ്മളവിടെ സിംഗിളസ് മോട്ടറിൻ്റെ പവർ ഫ്ലോൻ്റെ സമയത്ത് നമ്മൾ എക്സൈറ്റേഷൻ EMFൻ്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സിംഗിളസ് ജനറേറ്റർ ഹാസ് ഇറ്റ്സ് എഫക്റ്റീവ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് Z തന്നിട്ടുണ്ട്, RE തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ചെറിയൊരു എറർ ഉണ്ട്, അത് ചെയ്യേണ്ട. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ മെഷർമെൻറ്റ് ഓഫ് XD XQ. ഓക്കെ, ഡ്യൂറിങ് സ്ലിപ്പ് ടെസ്റ്റ്. സ്ലിപ്പ് ടെസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് XDയും XQ ആണ്. XDൻ്റെ ഫോർമുല ഓർക്കുന്നുണ്ടോ? VD മാക്സിമം ഡിവൈഡഡ് ബൈ ID മിനിമം ആണ്. അറ്റ് ദ സെയിം ടൈം XQ എന്താണ്? VD മിനിമം ഡിവൈഡഡ് ബൈ ID മാക്സിമം ആണ്. ശരിയല്ലേ? അപ്പോൾ VD മാക്സിമത്തിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 30/6.5. ഇവിടെ VD മിനിമം 25 ഡിവൈഡഡ് ബൈ 10. യുവർ ആൻസർ വിൽ ബി 2.5 ohm. ഹിയർ യുവർ ആൻസർ വിൽ ബി 4.6 ohm. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ആൻസേഴ്സ്. ക്ലിയർ? നെക്സ്റ്റ് സ്ലിപ്പ് ടെസ്റ്റ്. സ്ലിപ്പ് ടെസ്റ്റ് നമ്മളുടെ എന്ത് കാണാനാണ് എന്നുള്ളതാണ് ചോദ്യം. സ്ലിപ്പ് ടെസ്റ്റ് നമ്മളിപ്പം പറഞ്ഞു XDയും XQവും കാണാനാണ് നമ്മൾ സ്ലിപ്പ് ടെസ്റ്റ്. അതായത് ഡയറക്റ്റ് ആക്സിസ് റിയാക്റ്റൻസും ക്വാഡ്രാച്ചർ ആക്സിസ് റിയാക്റ്റൻസും കാണാനാണ് നമ്മൾ ആരും ഉപയോഗിക്കുന്നത്? നമ്മുടെ സ്ലിപ്പ് ടെസ്റ്റിനെ ഉപയോഗിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, ഇൻ വിച്ച് മെഷീൻ ദ റിലക്റ്റൻസ് പവർ ഇസ് ഡെവലപ്ഡ്? റിലക്റ്റൻസ് പവർ നമ്മൾ ഏത് മെഷീനിലാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ റിലക്റ്റൻസ് പവറിൻ്റെ ഫോർമുലയും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ നോക്കിയതാണ് റിലക്റ്റൻസ് പവറിൻ്റെ ഇക്വേഷനൊക്കെ ഓർമ്മയില്ലേ? V²/2 × 1/XQ - 1/XD എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റിലക്റ്റൻസ് പവർ ഏത് മെഷീനിലാണ്? അത് സാലിയൻറ്റ് പോൾ ഓൾട്ടർനേറ്ററിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻ സാലിയൻറ്റ് പോൾ മെഷീനിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന റിലക്റ്റൻസ് ടോർക്ക് അല്ലെങ്കിൽ റിലക്റ്റൻസിൻ്റെ പവർ അല്ലെങ്കിൽ റിലക്റ്റൻസ് ടോർക്ക് എത്ര ആംഗിളിലാണ് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുക? നമ്മൾ ഓൾറെഡി അതൊക്കെ പഠിച്ചതാണ്. cos 2 അല്ലേ? അപ്പം sin 2 അപ്പോൾ സൈൻ എത്ര വരണം നമുക്ക് മാക്സിമം വാല്യൂ? ഡോ എത്ര വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്? 45 ഡിഗ്രി വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? റിലക്റ്റൻസ് പവർ അല്ലെങ്കിൽ ടോർക്ക് ആയാലും 45 ഡിഗ്രിയാണ് അറ്റൈൻ ചെയ്യേണ്ടത്. ഓക്കെ,
നെക്സ്റ്റ് എ സിങ്ക്രണസ് മോട്ടർ വിത്ത് ലീഡിങ് പവർ ഫാക്ടർ ഏത് എക്സൈറ്റേഷനിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സിങ്ക്രണസ് മോട്ടർ ലീഡിങ് പി എഫ് ആണെങ്കിൽ അവർ മോട്ടർ വിൽ ബി ഓവർ എക്സൈറ്റഡ്. അപ്പോൾ ഓവർ എക്സൈറ്റഡ് ലീഡിങ് പവർ ഫാക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, നമ്മൾ ഓർക്കുന്നുണ്ടോ, സിങ്ക്രണസ് കണ്ടൻസർ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതാണ് നമ്മളുടെ സിങ്ക്രണസ് കണ്ടൻസർ. ഓക്കെ, നെക്സ്റ്റ് ഫോർ വി കർവ്. വി കർവ് നമ്മൾ ഏതൊക്കെ തമ്മിലാണ് ഡ്രോ ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വി കർവ് ഈസ് ഡ്രോ ബിറ്റ്വീൻ ഐ എ വീസസ് നമ്മളുടെ ഐ എഫ്. ഓക്കെ, സോ ആ ഫീൽഡ് കറണ്ടും നമ്മളുടെ ആർമേച്ചർ കറണ്ടും തമ്മിലുള്ള ഡ്രോ ചെയ്യുന്ന കർവാണ് നമ്മളുടെ എന്ത് കർവ്, വി കർവ് എന്നുള്ള കാര്യം അത് ഓർത്ത് വയ്ക്കുക. സിമിലർലി ഇൻവേർട്ടഡ് വി കർവ് നമ്മൾ ഏതൊക്കെ വേരിയേഷനാണ്, പവർ ഫാക്ടറും ഫീൽഡ് കറണ്ടും തമ്മിലുള്ള വേരിയേഷനാണ് നമ്മളുടെ ഇൻവേർട്ടഡ് വി കർവ് എന്നുള്ള പോയിന്റ് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പവർ ഫാക്ടറാണ് ഡി സി എക്സൈറ്റേഷൻ അല്ലെ, ഡി സി എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫീൽഡ് അല്ലെ, ഐ എഫും ആയിരിക്കും. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെറിയൊരു ഒബ്ജക്റ്റീവ് എന്ന രൂപത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളെ സിങ്ക്രണസ് മെഷീൻസിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഒബ്ജക്റ്റീവ്സും നമുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.